തമിഴ് രാഷ്ട്രീയത്തിൽ വീണ്ടും വിവാദ കൊടുങ്കാറ്റ്. മുഖ്യമന്ത്രി വിജയും നടി തൃഷയും വീണ്ടും ചർച്ചകളിൽ സജീവമായി നിറയുന്നു. ഇത്തവണ AIDMKയുടെ മുതിർന്ന നേതാവിൻ്റെ ഒരു പരാമർശം തന്നെയാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് വിവാദ പരാമർശം AIDMKയുടെ മുതിർന്ന നേതാവ് RB ഉദയകുമാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് അടുത്ത ഉപമുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞാനിതാ പറയുന്നു. മുഖ്യമന്ത്രി വിജയെ നേരിൽ കാണാൻ കഴിയുന്നതിപ്പോൾ നടി തൃഷയ്ക്ക് മാത്രമാണെന്നും വൈകാതെ തൃഷയെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഹാസ രൂപേണയുള്ള പ്രസ്താവന. രാത്രി 12 മണിക്ക് മുഖ്യമന്ത്രിക്കൊപ്പം കേക്ക് മുറിക്കാൻ മറ്റാർക്കെങ്കിലും ഈ തമിഴ്നാട്ടിൽ കഴിയുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. ഇതിനു മുന്നേയും വിജയ് സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉദയകുമാർ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഉദയകുമാർ രംഗത്ത് വരുന്നത്. വിജയ് അഭിനയിച്ച ജനനായകൻ സിനിമയുടെ റിലീസ് ദിവസം സർക്കാർ അപ്രഖ്യാപിത അവധി നൽകിയെന്ന ആരോപണമടക്കം അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെ സിനിമ കാണാനാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത്. അതേസമയം വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഈ അടുത്തായി തമിഴ് സോഷ്യൽ മീഡിയയിൽ വലിയ കോളിളക്കമുണ്ടാക്കിയിരുന്നു. വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം വിവാഹമോചന ഹർജി നൽകിയതിന് പിറകെ തന്നെ അതിന് പിന്നിൽ തൃഷയാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടനവധി പ്രചരണങ്ങൾ തന്നെയാണ് നടന്നത്. എന്നാൽ അത്തരം ആരോപണങ്ങൾ ഔദ്യോഗികമായി ഒരു ഭാഗത്തു നിന്നും ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഇതെല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്. പിന്നാലെ നടി തൃഷ വലിയ സൈബർ ആക്രമണവും അധിക്ഷേപങ്ങളും നേരിടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. 2.5 പതിറ്റാണ്ട് കാലമായി തമിഴ് സിനിമയിലെ ഏറ്റവും ജനപ്രിയ ഓൺ സ്ക്രീൻ ജോഡികൾ ഒന്ന് തന്നെയാണ് വിജയും അതുപോലെ തന്നെ തൃഷയും. ഗില്ലി, തിരുപ്പാച്ചി, ആദി, കുരുവി, ലിയോ തുടങ്ങി ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ ഇരുവരുടെയും കൂട്ടുകെട്ട് ആരാധകർ ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ വേദിയിൽ ഉയർന്ന ഈ പരാമർശം തമിഴ്നാട്ടിൽ പുതിയ വിവാദങ്ങൾക്ക് കൂടി തിരികൊളുത്തിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.